അവൻ്റെ കിഡ്നി എങ്കിലും കണ്ടിട്ടായിരിക്കും ഞാനിത് പറയാൻ പോകുന്നതെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. ബട്ട് ഞാൻ കഴിഞ്ഞിടെ ഒരു വീഡിയോ ഉണ്ട്, അതിലൊരു പയ്യൻ പറയുകയാണ്, അതായത് അവൻ്റെ ഒരു ഐഫോൺ ആണെങ്കിലും ഒരു ബ്രാൻഡഡ് ഡ്രസ്സാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു കൈകളുള്ളത് അവൻ്റെ ബ്രദറാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ചിന്തിക്കാത്ത കാര്യമല്ല, ബട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ചിന്തിച്ച്, ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കസിൻസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സൈക്കിളുണ്ട്, ബട്ട് എനിക്ക് മാത്രം സൈക്കിൾ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായി ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നത്, അല്ലെ എനിക്ക് ആദ്യം ഒരു ഫോൺ മേടിച്ചു തന്നത്, ഞാൻ നല്ലൊരു ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടില്ല എന്നല്ല, ബട്ട് നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചത്, ഞാൻ ലുലു മോളിൽ ആദ്യമായി പോയത്, അതിൻ്റെ പിന്നിലുമുള്ള കറുത്ത കൈകളല്ല വെളുത്ത കരങ്ങൾ അതിൻ്റെ ബ്രദറിൻ്റെ ആണ്. കാരണം ഞാനും അവനും തമ്മിൽ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ 6th പഠിക്കുമ്പോഴേ അവൻ ജോലിക്ക് പോയി, ആൾ ആർമിയിലാണ്. അപ്പം എൻ്റെയും ചിക്കുവിൻ്റെ, അതായത് എൻ്റെ രണ്ടാമത്തെ ബ്രദർ, എൻ്റെയും ചിക്കുവിൻ്റെയും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബ്രാൻഡഡ് ഡ്രസ്സ് ഇടാൻ തുടങ്ങിയതും ഞങ്ങൾ ഭയങ്കര ഇപ്പം എൻ്റെ വീട്ടിൽ പറയുവാണ്, നടപ്പ് കണ്ടു കഴിഞ്ഞാൽ അംബാനിയുടെ വീട്ടിലെ പിള്ളേരെ പോലെയാണ്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റിയതൊക്കെ നിഖില് കാരണമാണ് കേട്ടോ. അപ്പോൾ മേ ബി എല്ലാ ഫാമിലിയിലും അല്ലെ എല്ലാ സിബ്ലിങ്സിനും അങ്ങനെ ഒരു ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടാകും അല്ലേ, ഉണ്ടെങ്കിൽ അവരെ ടാഗ് ചെയ്യും അല്ലേ, മെൻഷൻ ചെയ്യാം കേട്ടോ.